ഹെഡ് കോൺസ്റ്റബിൾ തോമസ് ചാക്കോയും പോലീസുകാരും വേവലാതിയോടെ ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി. സി ആന്റണിക്ക് സല്യൂട്ട് നൽകി. സർ. ആന്റണി തലയൊന്നിളക്കി. അതിനിടെ ആന്റണിയുടെ പിന്നിൽ നിൽക്കുന്ന കോൺസ്റ്റബിൾ പ്രഭാകരനെ തോമസ് ചാക്കോ പകയോടെ നോക്കി. പ്രഭാകരൻ പുഞ്ചിരിച്ചു. തോമസേ, ആന്റണി വിളിച്ചു. സർ. അയാൾ ഒന്നിളകി നിന്നു. ചന്ദ്രന്റെ ഭാര്യയും മകനും സൂയിസൈഡ് ചെയ്തതാണെന്ന് ഉറപ്പാണോ? സർ, അതെ. പക്ഷേ അങ്ങനെയല്ലെന്ന് എനിക്ക് ചിലരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. തോമസ് ചാക്കോ വിളറി. അത് സർ, വെറുതെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാവും. പോലീസിനെ ചുമ്മാ ചുറ്റിക്കുന്നത് ചിലക്ക് രസമാ. ആയിരിക്കും. ആന്റണി അയാളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. താൻ സ്പോട്ട് ശരിക്കും പരിശോധിച്ചല്ലോ? പരിശോധിച്ചു. അയൽക്കാരെ ചോദ്യവും ചെയ്തു. ഇനി ഒരുപക്ഷെ അവർ ആത്മഹത്യ ചെയ്തതല്ലെങ്കിൽ അതിന് പിന്നിൽ ചന്ദ്രൻ തന്നെ ആയിരിക്കും. ഐ എം ഷുവർ സർ. കാരണം? ആന്റണി കെയിനിൽ പതുക്കെ തടവി. ചന്ദ്രൻ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തതായി പരാതി കിട്ടിയിട്ടുണ്ട്. അത് വല്ലതും അറിഞ്ഞ ഭാര്യ അയാളുമായി കലഹിക്കുകയോ മറ്റോ ചെയ്തപ്പോൾ. യെസ്, അങ്ങനെയും സംഭവിക്കാം. ആന്റണി സമ്മതിച്ചു. തോമസ് ചാക്കോയ്ക്ക് ആശ്വാസം തോന്നി. ആന്റണി പറഞ്ഞു. ബോഡികൾ മോർച്ചറിയിലേക്ക് എടുത്തോ? സർ. പോലീസുകാരും ആംബുലൻസിലെ ജീവനക്കാരും ചേർന്ന് സ്ട്രെച്ചറിൽ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ എത്തിച്ചു. ഒപ്പം ആന്റണിയും ചേർന്നു. ഇൻക്വസ്റ്റ് എവിടെ? ആന്റണി കൈനീട്ടി. ഒരു പോലീസുകാരൻ ഫയൽ അയാൾക്ക് നൽകി. അത് വായിച്ചു നോക്കിയിട്ട് ആന്റണി മടക്കി നൽകി. പിന്നെ മുന്നോട്ട് നീങ്ങി. സുമത്തിന്റെ ശരീരം കിടത്തിയിരുന്ന സ്ട്രക്ചറിനടുത്തെത്തി. ആ ശരീരം പുതപ്പിച്ചിരുന്ന തുണി അരയോളം ഭാഗം വരെ വലിച്ചു നീക്കി. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി തോമസ് ചാക്കോയ്ക്ക്. ആന്റണിയുടെ കണ്ണുകൾ ബോഡിയുടെ ഓരോ ഇഞ്ച് സ്ഥലത്തും പതിഞ്ഞു. പെട്ടെന്ന് അയാളുടെ നെറ്റി ചുളിഞ്ഞു. കണ്ണുകൾ ഒന്നിടുങ്ങി. സുമത്തിന്റെ കഴുത്തിൽ കയർ മുറുകിയ ഭാഗം വ്യക്തമായി കാണാം. എന്നാൽ അതിനു താഴെ നഖം ആഴ്ന്നിറങ്ങിയതുപോലെ ചില പാടുകൾ. ഇതെന്താ തോമസേ? ആന്റണി ആ പാടുകളിലേക്ക് കെയിൻ ചൂണ്ടി. അയാൾ മിടയിറക്കി. സർ, അതൊരു പക്ഷേ മരണവെപ്രാളത്തിനിടയിൽ ഇവൾ. നോ. അയാൾ പൂർത്തിയാക്കും മുമ്പ് ആന്റണിയുടെ ശബ്ദമുയർന്നു. കെട്ടിത്തൂങ്ങുന്ന ആൾ ഒരിക്കലും കൈ ഉയർത്തി കഴുത്തിൽ പിടിക്കില്ല. അതിന് കഴിയില്ല. അയാളുടെ ശബ്ദം മോർച്ചറിയുടെ ഭിത്തിയിൽ തല്ലി അലച്ച് സൂചികൾ പോലെ തന്റെ കാതുകളിലേക്ക് കുത്തിക്കയറുന്നതുപോലെ തോമസ് ചാക്കോയ്ക്ക് തോന്നി. അയാൾക്ക് വിവശത തോന്നി. പ്രഭാകര, ആ കുട്ടിയെ പുതപ്പിച്ചിരിക്കുന്ന തുണി കൂടി മാറ്റിക്കേ. സർ. പ്രഭാകരൻ ചന്ദ്രന്റെ മകന്റെ ശരീരത്തിലെ തുണിയും താഴേക്ക് മാറ്റി. ഒറ്റ നോട്ടത്തിൽ തന്നെ ആന്റണി കണ്ടു ആ കുട്ടിയുടെ മരവിച്ച മുഖത്ത് കരുവാളിച്ചു കിടക്കുന്ന വിരൽപ്പാടുകൾ. യെസ്, എനിക്കുറപ്പാ. ഇത് സൂയിസൈഡ് അല്ല, മർഡർ ആണ്. ആ മോർച്ചറി തനിക്ക് മീതെ ഇടിഞ്ഞു വീഴുന്നത് പോലെ തോമസ് ചാക്കോയ്ക്ക് തോന്നി. തോമസേ. സർ. അയാളുടെ ശബ്ദം വിറച്ചു. ഞാൻ പറഞ്ഞിട്ട് മതി പോസ്റ്റ്മോർട്ടം. പ്രഭാകര. സർ. അയാൾ മുന്നോട്ട് നീങ്ങി നിന്നു. കം വിത്ത് മീ. നമുക്ക് സ്പോട്ട് പരിശോധിക്കണം. മോർച്ചറിയിലെ നിശബ്ദതയിൽ ആന്റണിയുടെ ബൂട്ടിന്റെ ശബ്ദം വെടിയൊച്ചകൾ പോലെ മുഴങ്ങി. വാതിൽക്കൽ എത്തിയിട്ട് ആന്റണി തിരിഞ്ഞു നിന്നു. തോമസേ, നിങ്ങൾ അറസ്റ്റ് ചെയ്ത ചന്ദ്രൻ എവിടെയാണ്? സർ, കോവിൽ കടവിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് റോഡ് ബ്ലോക്ക് ആയപ്പോൾ അയാൾ ഇറങ്ങി ഓടിക്കളഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എന്നാലും ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ചന്ദ്രനെ എനിക്ക് കിട്ടിയിരിക്കണം. അയാൾ ജീപ്പിന് നേരെ നടന്നു. കോൺസ്റ്റബിൾ പ്രഭാകരൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കഴിഞ്ഞിരുന്നു. ബോഡികൾ മോർച്ചറിയിൽ വെച്ചിട്ട് ഹെഡ് കോൺസ്റ്റബിൾ തോമസ് ചാക്കോ വേവലാതിയോടെ പുറത്തു വന്നു. ഹോസ്പിറ്റലിൽ മുറ്റത്തെ മരച്ചുവട്ടിലേക്ക് നീങ്ങി നിന്നിട്ട് തിടുക്കത്തിൽ ലെനിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അല്പനേരത്തേക്ക് മറുപടി കിട്ടിയില്ല. ലെനിൻ? തോമസ് ചാക്കോ വിളിച്ചു. ഞാനൊന്ന് ചിന്തിക്കുമായിരുന്നു സാറേ. രാത്രിക്ക് മുമ്പ് ചന്ദ്രനെ സിഐക്ക് കിട്ടണം. അത്രയല്ലേ ഉള്ളൂ. നമുക്ക് വിട്ടുകൊടുത്തേക്കാം. ലെനിൻ? തോമസ് ചാക്കോയുടെ ശബ്ദമുയർന്നു. ആ കഴിവേറുമുൻ ആന്റണി സാറിനോട് എല്ലാം തുറന്നു പറയില്ലേ? ഇല്ല. അപ്പുറത്ത് നിന്ന് ലെനിന്റെ ചിരി കേട്ടു. സാറൊരു കാര്യം ചെയ്യ. ഇരുട്ടുള്ള കുടിക്ക് പോരെ. അവനെ കെട്ടിയിട്ടിരിക്കുന്ന എന്റെ കെട്ടിടത്തിലേക്ക്. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. 10 മിനിറ്റ്. തോമസ് ചാക്കോ വിശ്വസ്തരായ 2 പോലീസുകാരുമായി ഇരുട്ടുള്ളക്കുടിയിലേക്ക് തിരിച്ചു. കെട്ടിടത്തിന്റെ പിൻഭാഗത്തേക്ക് കയറ്റി ജീപ്പ് നിർത്തി. സാധാരണ ആ ഭാഗത്തേക്കൊന്നും ആരും വരാറില്ലായിരുന്നു. ഇനി വന്നാൽ തന്നെ ആരും ജീപ്പ് കാണത്തുമില്ല.
തോമസ് ചാക്കോയും പോലീസുകാരും ജീപ്പിൽ നിന്നിറങ്ങുമ്പോഴേക്കും തൊട്ടു പിന്നിൽ കറുത്ത സുമോ വന്നു നിന്നു. അതിൽ നിന്നും ലെനിനും തിരുമൂർത്തിയും ഇറങ്ങി. ഇരു കൂട്ടരും പരസ്പരം നോക്കി ചിരിച്ചു. വാ സാറേ. പിൻവാതിലൂടെ ആദ്യം ലെനിനും പിന്നാലെ മറ്റുള്ളവരും അകത്തേക്ക് കയറി. അകത്ത് കാവലുണ്ടായിരുന്ന 2 പോലീസുകാർ പെട്ടെന്ന് എണീറ്റു. മങ്ങിയ ഇരുട്ടിൽ ലെനിൻ ചുറ്റും നോക്കി. ഒരു ബെഞ്ചിൽ കമിഴ്ത്തി കിടത്തി നെഞ്ചിലും അരയിലും കയർ കൊണ്ട് ബെഞ്ചിനോട് ചേർത്ത് കെട്ടിയ നിലയിലായിരുന്നു ചന്ദ്രൻ. പാദപതന ശബ്ദങ്ങൾ കേട്ട് ചന്ദ്രൻ ഒരു വിധത്തിൽ തല തിരിച്ചു നോക്കി. അയാളുടെ വായിൽ ഒരു തുണി തിരികെ വെച്ചിരുന്നു. അവരെ കണ്ടതും അയാൾ എന്തോ വിളിച്ചു പറയാൻ ഭാവിച്ചു. പാവം, അവന്റെ അണ്ണാക്കിന്ന് ആ തുണി അങ്ങ് മാറ്റിയേരെ മൂർത്തി. ഇവിടെ കിടന്ന് അവൻ ചങ്കുകീറി കരഞ്ഞാലും ആരും വരാൻ പോകുന്നില്ല, ലെനിൻ നിർദ്ദേശിച്ചു. മുന്നോട്ട് ചെന്ന് മൂർത്തി ആ തുണി വലിച്ചു കളഞ്ഞു. പട്ടിയുടെ മക്കളെ! ഒറ്റ അലർച്ചയായിരുന്നു ചന്ദ്രൻ. എന്റെ ഭാര്യ മോനെ കൂടി നീയൊക്കെ കൊന്നു അല്ലേടാ? അപ്പോ ചന്ദ്രനോട് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. പറഞ്ഞത് സത്യം തന്നെ. ലെനിൻ ഒരു കസേര വലിച്ചിട്ട് അയാളുടെ തലക്കിലിരുന്നു. എന്നെ മൂർത്തിയും കൊല്ലാൻ കൊണ്ടുപോയ നിനക്ക് അങ്ങനെ ഒരു സമ്മാനം കൂടി തരാതിരിക്കാൻ പറ്റുമോ? നീ എന്റെ മുഖത്തേക്ക് നോക്കിക്കേ. നീ ചെയ്തതാ ഇത്. ആ നിമിഷം നിന്റെ വീട്ടിൽ ആരും ബാക്കി വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അഴിഞ്ഞാടി നടന്ന നിന്റെ മോട ഗുണവധികാരം പറഞ്ഞ് എനിക്കെതിരെ ആരും വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവൻ പല്ലു ഞെരിച്ചു. ചന്ദ്രൻ പുച്ഛഭാവത്തിൽ പോലീസുകാരെ നോക്കി. നിങ്ങൾക്കൊക്കെയും കാണുമല്ലോ സാറന്മാരെ, ഭാര്യയും പെങ്ങളുമൊക്കെ. ഈ ചെകുത്താന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു നാൾ നിങ്ങൾ പശ്ചാത്തപിക്കും. അവരുടെ കൂടെ ഈ പന്നൻ കിടക്കുന്നത് കാണുമ്പോ മൂർത്തി നീയും നോക്കിക്കോടാ, നിന്റെ ഭാര്യയും ഇവൻ കൊണ്ടുപോകും. അന്ന് നീ നിന്റെ ഭാര്യയെ കൊണ്ട് എനിക്കെതിരെ പരാതി കൊടുപ്പിച്ചതോർത്ത് ദുഃഖിക്കും, ഓർത്തോടാ. എന്തു പറഞ്ഞടാ നീ? ഒറ്റ കുതിപ്പിന് മൂർത്തി തന്റെ മടക്കിയ കാൽമുട്ട് ചന്ദ്രന്റെ നട്ടെല്ലിനു മീതെ ആഞ്ഞടിച്ചു. ആ! ചന്ദ്രൻ നിലവിളിച്ചു പോയി. ചോണയുണ്ടേ എന്നെ അഴിച്ചു വിടടാ. മൂർത്തി ഉറക്കെ ചിരിച്ചു. നീ കടുവയാ, സമ്മതിച്ചു. പക്ഷേ നിന്നെ അഴിച്ചുവിടാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. പോരെങ്കിൽ നേരം ഇരുട്ടു മുമ്പ് CA ആന്റണി സാറിന് മുന്നിൽ എത്തിക്കേണ്ടതല്ലേ ഞങ്ങൾക്ക് നിന്നെ? അയാൾ പറഞ്ഞത് ചന്ദ്രന് മനസ്സിലായില്ല. ബാക്കി പറഞ്ഞത് ലെനിനാണ്. അതുകൊണ്ട് നിന്നെ എത്രയും വേഗം എവിടെ നിന്ന് പറഞ്ഞുവിടാൻ ഞങ്ങൾ തീരുമാനിച്ചു. സമ്മാനങ്ങൾ തന്നിട്ട്. ലെനിൻ തിരിഞ്ഞു മൂർത്തിയെ നോക്കി. അത് ഇങ്ങെടുത്തോണ്ട് വാ മൂർത്തി. തിരുമൂർത്തി അടുത്ത മുറിയിലേക്ക് പോയി. തിരിച്ചു വന്നത് 1 മീറ്റർ നീളമുള്ള ഇരുമ്പുവടിയുമായാണ്. വടിയുടെ ഒരറ്റത്ത് സ്പോഞ്ച് ചുറ്റിക്കെട്ടിയിരുന്നു. തോമസ് ചാക്കോ അമ്പരപ്പോടെ വിളിച്ചു, ലെനിനെ! സാറ് പേടിക്കാതെ, നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതിയല്ലേ ഇയാള്? ഞാനും മൂർത്തിയും ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ അടിക്ക് പകരമായിട്ട് ASI സക്കറിയ സാറിനെ തല്ലി പരത്തിയതിന് പകരമായിട്ട് ഇങ്ങനൊരു സമ്മാനം ഇവന് കൊടുത്തേ പറ്റൂ. ഇവന്റെ ശരീരത്തിനുള്ളിലെ ഓരോ അവയവത്തിൽ നിന്നും രക്തം കിനിയണം. അത് പക്ഷേ പുറത്തേക്ക് വരാൻ പാടില്ല. ഉള്ളിൽ രക്തം കട്ടിയായിട്ട് വേണം ഇവൻ മരിക്കാൻ. പുറത്ത് പക്ഷേ യാതൊരു പാടും കാണുകയും ചെയ്യരുത്. ലെനിൻ എഴുന്നേറ്റു. മൂർത്തിയുടെ കയ്യിൽ നിന്നും കമ്പിവടി വാങ്ങി. ചന്ദ്രൻ തലതിരിച്ച് അവനെ നോക്കി. ഒറ്റയടിക്ക് എന്നെ അങ്ങ് കൊന്നേരട പട്ടി. ലെനിൻ ഉറക്കെ ചിരിച്ചു. നിന്നെ കൊല്ലാനോ? ഇല്ല, പക്ഷേ നീ മരിക്കും, ഇഞ്ചിഞ്ചായിട്ട്. ചത്ത് നിന്റെ തലയ്ക്ക് മീതെ നിൽക്കുന്ന ഭാര്യയുടെ മക്കളുടെ അടുത്ത് അത്ര വേഗം പക്ഷെ നീ എത്തരുത്. ലെനിൻ ഇരുമ്പ് വടി ഉയർത്തി ഒറ്റയടി ചന്ദ്രന്റെ പുറത്ത്. ആ! അയാളുടെ അലർച്ചയിൽ ആ പഴയ കെട്ടിടം കുലുങ്ങിയതുപോലെ മറ്റുള്ളവർക്ക് തോന്നി. അത് ശ്രദ്ധിക്കാതെ ലെനിൻ പകയോടെ ഞാഞ്ഞടിച്ചുകൊണ്ടിരുന്നു. പോലീസുകാർ നടുങ്ങി നിന്നു. എനിക്കെതിരെ വന്നിട്ടുള്ള ഒരുപാട് പേരുടെ നിലവിളി ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ് ഈ കെട്ടിടം. ലെനിൻ കടപ്പലുകൾ കടിച്ചു ഞെരിച്ചു. പെട്ടെന്ന് തോമസ് ചാക്കോയുടെ സെൽഫോൺ ശബ്ദിച്ചു. അയാൾ അതെടുത്ത് നമ്പർ നോക്കി. ലെനിൻ, ഒന്ന് നിർത്തിക്കേ, CA ആന്റണി സാറാണ്. തോമസ് ചാക്കോ പറഞ്ഞത് ചന്ദ്രൻ ശ്രദ്ധിച്ചു. ലെനിൻ അടി നിർത്തി. തോമസ് ചാക്കോ ഫോൺ അറ്റൻഡ് ചെയ്തു. തോമസേ, ചന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? സർ, ഇല്ല. താനിപ്പോൾ എവിടെയാ? മറയൂരിൽ തന്നെയുണ്ട്. സംശയമുള്ള സ്ഥലങ്ങളിൽ ചന്ദ്രനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞിട്ട് അയാൾ മറ്റുള്ളവരെ നോക്കി കണ്ണിറുക്കി. പെട്ടെന്ന് ചന്ദ്രൻ വിളിച്ചു പറഞ്ഞു, ആന്റണി സാറേ, ഞാൻ ചന്ദ്രനാ. എന്നെ ഇവരിവിടെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുക. എടാ,
ഒറ്റ കുതിപ്പിന് തിരുമൂർത്തി അയാൾക്ക് മീതെ വീണു. ചന്ദ്രന്റെ വായ്ക്ക് മീതെ കൈ അമർത്തി. പിന്നെ കാതുകളിൽ മന്ത്രിച്ചു, നായിന്റെ മോനെ, മിണ്ടിപ്പോകരുത്. പക്ഷേ ചന്ദ്രന്റെ നിലവിളി ഫോണിലൂടെ ആന്റണി കേട്ടുകഴിഞ്ഞിരുന്നു. തോമസ് ചാക്കോ. ആന്റണിയുടെ ശബ്ദം മാറി. സർ. തോമസ് ചാക്കോയുടെ സ്വരം വിറച്ചു. ചന്ദ്രനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് താൻ, അല്ലേ? സർ. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഒക്കെ എനിക്ക് മനസ്സിലായി. നീ ആരുടെ മുന്നിലേക്കാണ് ചന്ദ്രനെ ഇട്ടുകൊടുത്തിരിക്കുന്നതെങ്കിലും 10 മിനിറ്റിനുള്ളിൽ എനിക്ക് അയാളെ കാണണം, ഒരു പോറൽ പോലും ഏൽക്കാതെ. തോമസ് ചാക്കോയുടെ നാവ് മരവിച്ചു പോയി. 10 മിനിറ്റിനുള്ളിൽ ഞാൻ മറയൂർ സ്റ്റേഷനിലെത്തും. അപ്പോൾ താൻ അവിടെ ഉണ്ടാവണം, ചന്ദ്രനുമായിട്ട്. സർ. അപ്പുറത്ത് ഫോൺ കട്ടായപ്പോഴേക്കും മരവിച്ച മട്ടിൽ നിന്നുപോയി തോമസ് ചാക്കോ. യൂണിഫോം നഷ്ടമായ തന്നെ അയാൾ ഭാവനയിൽ കണ്ടു. സാറേ. ലെനിൻ തൊട്ടു വിളിച്ചപ്പോഴാണ് തോമസ് ചാക്കോയ്ക്ക് പരിസരബോധമുണ്ടായത്. വിളറിയ ഭാവത്തിൽ അയാൾ അവനെ പകച്ചു നോക്കി. സി ആന്റണി എന്താ പറഞ്ഞത്? എല്ലാം തൊലഞ്ഞു. ഇവൻ നമ്മുടെ കസ്റ്റഡിയിലുണ്ടെന്ന് ആന്റണി സാർ അറിഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ ഇവൻ അദ്ദേഹത്തിന് മുന്നിൽ ഹാജരാക്കാൻ. താനിപ്പോൾ തളർന്നു വീഴും എന്ന അവസ്ഥയിലായിരുന്നു തോമസ് ചാക്കോ. രോഷത്തോടെ ലെനിൻ വെട്ടിത്തിരിഞ്ഞു. ചന്ദ്രനെ വീണ്ടും അടിക്കാൻ വടിയൊങ്ങി. ലെനിൻ, ഇനി ഇവനെ തൊട്ടുപോകരുത്. അത് തോമസ് ചാക്കോയുടെ കൽപ്പനയായിരുന്നു. തോമസ് സാറേ. ലെനിൻ അമ്പരന്നു. അതെ, ഇവനിനി എന്ത് സംഭവിച്ചാലും ഉത്തരം പറയേണ്ടത് ഞാൻ മാത്രമാണ്. മൂർത്തി, അവനെ വിടറാ. ചന്ദ്രനെ വിട്ട് മൂർത്തി എഴുന്നേറ്റു. തോമസ് ചാക്കോ പോലീസുകാരെ നോക്കി. അവനെ അയച്ച് ജീപ്പിൽ കയറ്റ്. പോലീസുകാർ തിടുക്കത്തിൽ ചന്ദ്രനെ ബെഞ്ചിൽ നിന്ന് അഴിച്ചു. പക്ഷേ നിവർന്നു നിൽക്കാൻ പോലും ചന്ദ്രന് കഴിഞ്ഞില്ല. അവൻ അയാളെ താങ്ങി ജീപ്പിലേക്ക് കൊണ്ടുപോയി. ലെനിനോട് ഒന്നും പറയാതെ തോമസ് ചാക്കോയും പിന്നാലെ നടന്നു. തോമസ് സാറേ, ഞാനൊന്ന് പറയട്ടെ. ലെനിൻ ഒപ്പം ചെന്നു. പറഞ്ഞതൊക്കെ കേട്ടതിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്. വിഷമവും കോപവും ഒന്നിച്ചുണ്ടായി തോമസ് ചാക്കോയ്ക്ക്. സാറിന്റെ ജോലി പോയാലും ഈ ജന്മം മുഴുവൻ കഴിയാനുള്ളത് ഞാൻ തരും. ജോലി പോയാൽ പിന്നെ ഞാൻ ആരാ ലെനിനെ? ഒരവസരത്തിന് നോക്കിയിരിക്കുക ശത്രുക്കള്. തൊപ്പിയില്ലാതായ അവനൊക്കെ എന്നെ കടിച്ചു കീറും. അയാൾ ചെന്ന് ജീപ്പിൽ കയറി. ഡ്രൈവർ അവിടെ ഇട്ട് തന്നെ ജീപ്പ് തിരിച്ചു. അത് റോഡിലേക്ക് ഇറങ്ങി പാഞ്ഞു പോകുന്നത് ലെനിനും തിരുമൂർത്തിയും നോക്കി നിന്നു. ലെനിൻ മുതലാളി, സംഗതി കുഴയുമോ? മൂർത്തി തിരക്കി. ലെനിൻ മിണ്ടിയില്ല. പകരം തന്റെ സെൽഫോൺ എടുത്ത് ഒരു നമ്പർ കുത്തി. 10 മിനിറ്റ് കൊണ്ട് പോലീസ് ജീപ്പ് മണ്ണാരപ്പെട്ടിയിലെത്തി. വില്ലേജ് ഓഫീസിൽ മുന്നിൽ നിന്നും പോലീസ് സ്റ്റേഷൻ റോഡിലേക്ക് തിരികെയായിരുന്നു ജീപ്പ്. അടുത്ത നിമിഷം എതിരെ ഒരു ടിപ്പർ ലോറി മറ്റു വാഹനങ്ങളെ മറികടന്ന് ചീറിയെത്തി. നിർത്തണോ? തോമസ് ചാക്കോ പുറത്തേക്ക് തലനീട്ടി അലറി. പക്ഷേ ഇടിമിന്നൽ പോലെ ആ ലോറി ജീപ്പിൽ വന്നിടിച്ചു. മറയൂർ ടൗൺ നടുങ്ങി. ജനം പകച്ചു. റോഡിലേക്ക് പടർന്നു നിന്നിരുന്ന വൃക്ഷശിഖരങ്ങളിലും പെട്ടിക്കടകൾക്കും മതിലുകൾക്കും മീതെയും ഇരുന്ന കുരങ്ങന്മാർ ചിതറിപ്പാഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻഭാഗം മേലേക്കുയർന്നു. തോമസ് ചാക്കോ പുറത്തേക്ക് തെറിച്ചു വീണു. ഒരു കളിപ്പാട്ടം കണക്കെ ജീപ്പ് റോഡിലേക്ക് മലർന്നു മറിഞ്ഞു. ലോറി നിന്നില്ല. ജീപ്പിനെ ഇടിച്ച് നിരക്കിക്കൊണ്ട് മുന്നോട്ടു പോയി. റോഡിൽ നിന്നൊരു രോദനം. തോമസ് ചാക്കോ. അയാളുടെ പുറത്തുകൂടി ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങി. കടകളുടെ മുന്നിൽ നിന്നിരുന്ന ജനങ്ങൾ ഓടി മാറി. തൊട്ടടുത്ത കടയിലും അവിടെ കിടന്നിരുന്ന കാറിലും ചേർത്തിടിച്ച് ജീപ്പും ടിപ്പർ ലോറിയും നിന്നു. റോഡിൽ ചോര പരന്നൊഴുകി. ടിപ്പറിന്റെ ഡ്രൈവർ ഞൊടിയിടയിൽ പുറത്തു ചാടി. ഓടിക്കൂടുന്ന ജനങ്ങളെ തള്ളി മാറ്റി ഓടിപ്പോയി. ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടുകൊണ്ടാണ് സി ആന്റണിയും കോൺസ്റ്റബിൾ പ്രഭാകരനും അവിടെ എത്തിയത്. പ്രഭാകരൻ പോലീസ് ജീപ്പ് ബ്രേക്കിട്ട് നിർത്തി. സി ആന്റണി കുതിച്ചിറങ്ങി. ആളുകളെ വകഞ്ഞു മാറ്റി ജീപ്പിനടുത്തെത്തി. തല കീഴായി കിടക്കുന്ന ജീപ്പിനുള്ളിൽ നിന്ന് ചോരയിൽ കുളിച്ച ഒരു ശിരസ് പുറത്തേക്ക് നീണ്ടു. ആളിനെ വ്യക്തമായില്ല. നേരം സന്ധ്യ. മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിലെ കുരിശുമലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നു ലെനിനും തിരുമൂർത്തിയും. അല്പം കഴിഞ്ഞപ്പോൾ കണ്ടെയ്നർ സാബുവും സംഘവും കൂടി അവിടേക്ക് എത്തി. ലെനിൻ ഉള്ളു തുറന്നു ചിരിച്ചു. കാര്യങ്ങൾ വളരെ ഭംഗിയായി അല്ലേ സാബു? ചോദിക്കുന്നതിനിടയിൽ അവൻ ഒരു മദ്യക്കുപ്പിയെടുത്ത് സാബുവിന്റെ നേരെ എറിഞ്ഞുകൊടുത്തു. സാബു അത് വിദഗ്ധമായി പിടിച്ചു. പിന്നെ പറഞ്ഞു, തോമസ് ചാക്കോ സാറ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ തീർന്നു. നല്ലത്. ഒരിക്കലാകുമായിരുന്ന തലവേദന നേരത്തെ തീർന്നു. എന്നെക്കുറിച്ച് ആർക്കും ഒരു സംശയമില്ലല്ലോ? എവിടുന്ന്? തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ടിപ്പർ അല്ലേ?
ഏതോ പാണ്ഡ്യാൻ അപകടം നടന്നയുടൻ രക്ഷപ്പെട്ടെന്നാണ് ജനസംസാരം. മറ്റുള്ളവർ? 4 പോലീസുകാരും ചന്ദ്രേട്ടനും. അവരുടെ നില അതീവ ഗുരുതരം. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സാബു കുപ്പി വായിലേക്ക് ചരിച്ച് ഒരു കവിൾ അകത്താക്കി. എന്നാലും നമ്മൾ സൂക്ഷിക്കണം. സി ആന്റണി പോലീസ് പട്ടിയേക്കാൾ മിടുക്കനാണ്, പറഞ്ഞത് തിരുമൂർത്തി. പാറക്കെട്ടിന് മുകളിലേക്ക് മഞ്ഞും ഇരുട്ടും പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരുന്നു. താഴ്വരകളിലെ ലൈറ്റുകൾ വിളറിയതുപോലെയായി. ആ പിന്നെ, എന്തോ ഓർത്തതുപോലെ സാബു പറഞ്ഞു. MLA ഗോപിദാസ് സാർ സ്ഥലത്തെത്തിയിരുന്നു. കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ട് ഇപ്പോഴങ്ങോട്ട് പോയതേയുള്ളൂ. പാവം, വയസ്സുകാലത്ത് അച്ഛന് വരുന്നൊരു ബുദ്ധിമുട്ടേ. ലെനിൻ ചിരിച്ചു. ആ സാബു, ഈ മറയൂറും കാന്തല്ലൂരുമൊക്കെ കാലം ചുറ്റിക്കറങ്ങുവാന്നാ തോന്നുന്നത്. എത്ര മരണങ്ങളായി. അതെ അതെ, എനിക്ക് തോന്നുന്നത് ഇനിയും മരണങ്ങൾ നടക്കുമെന്നാ. ആ ശിവജിയുടെ അമ്മയും പെങ്ങളെയും കാലം നോട്ടമിട്ടോന്നൊരു സംശയം. മറ്റന്നാൾ അവൻ വരികയല്ലേ? അവന് അവരുടെ ശവമെങ്കിലും കാണാൻ പറ്റുമോ ആവോ? കണ്ടെയ്നർ സാബുവിന് കാര്യം മനസ്സിലായി. ശിവജിയുടെയും കുടുംബത്തിന്റെയും ദോഷകാലമാ മുതലാളി. അതെ അതെ, എന്നാൽ നിങ്ങൾ പോയിട്ട് വാ. അപ്പോൾ മീനാക്ഷിയമ്മയും ദുർഗയും ചെല്ലനും ശർക്കര ഷെഡിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. അവർ റോഡിലെത്തിയതും താഴെ നിന്ന് ഒരു വാഹനം ചീറിയെത്തി. അത് അവർക്കരികിൽ ബ്രേക്ക് ഇട്ടു. മോളെ, മീനാക്ഷിയമ്മയിൽ നിന്നും നിലവിളി പോലെ ഒരു ശബ്ദമുണ്ടായി. ദുർഗയും ഞെട്ടിപ്പോയി. ഞൊടിയിടയിൽ അവൾ മീനാക്ഷിയമ്മയുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തു. ചെല്ലൻ ഭയന്ന് പിന്നോട്ട് മാറി. ഒരു കോളീസ് ആയിരുന്നു അത്. ഡ്രൈവർ സീറ്റിലിരുന്ന മനുഷ്യൻ ഡോർ തുറന്ന് വേഗമിറങ്ങി. ഇരുളിൽ ആ മുഖം അവർക്ക് തിരിച്ചറിയാനായില്ല. താനിപ്പം ഞങ്ങളെ ഇടിച്ചു കൊന്നേനെയല്ലോ, ദുർഗ അയാളോട് അരിശത്തോടെ പറഞ്ഞു. ക്ഷമിക്കണം, വളരെ പെട്ടെന്ന് നിങ്ങളെ കാണണമായിരുന്നു. അയാളുടെ വാക്കുകളിൽ വല്ലാത്ത തിടുക്കം. എന്താ കാര്യം ചോദിച്ചത് മീനാക്ഷിയമ്മയാണ്. പറയാം, അതിനു മുമ്പ് നിങ്ങൾ ഈ വണ്ടിയിലേക്ക് കയറ്. അയാൾ പിന്നിലെ ഡോർ തുറന്നു പിടിച്ചുകൊണ്ട് ഭീതിയോട് താൻ വന്ന ഭാഗത്തേക്ക് നോക്കി. വണ്ടിയിൽ കയറാനോ? ദുർഗ ചീറി. ഒപ്പം അവളുടെ കയ്യിൽ കരിമ്പ് വെട്ടുന്ന അരിവാൾ പ്രത്യക്ഷപ്പെട്ടു. ശത്രുവല്ല ഞാൻ, തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഓടിപ്പാഞ്ഞു വന്നതാ പെങ്ങളെ. ദേ, വേഷം കെട്ടെടുക്കല്ലേ. അവൾ അരിവാൾ ഓങ്ങി. വെട്ട് ഞാൻ. ദുർഗേ, നമുക്ക് കളയാൻ സമയമില്ല. അയാളുടെ ഭാവം മാറി. നീ വെട്ടിയാൽ പോലും നിങ്ങളുടെ രക്ഷയാണ് എനിക്കിപ്പോൾ പ്രധാനം. അതുകൊണ്ട് വേഗം വണ്ടിയിലേക്ക് കയറാൻ. അയാൾ കൈ ചൂണ്ടി. എങ്കിൽ അത് തന്നെ ഒന്ന് കാണണമല്ലോ. ദുർഗയുടെ കണ്ണുകൾ ഇടം വലം വെട്ടി. മഞ്ഞിനും ഇരുളിനും ഇടയിൽ തെല്ലകലെയുള്ള വീടുകൾ കാണാം. വിളിച്ചുകൂവി ആളെ കൂട്ടാമെന്ന് വച്ചാലും ഇത്തിരി സമയം വേണ്ടി വന്നേക്കും. അതിനിടെ ഇയാൾ ആക്രമിച്ചാൽ. താഴെ ഒരു വാഹനത്തിന്റെ ഒച്ച കേട്ടു. അയാൾ നടുങ്ങി തിരിഞ്ഞു. വളവ് തിരിഞ്ഞു വരുന്ന ഒരു വാഹനത്തിന്റെ വെളിച്ചം കണ്ടു. അതവരാ, നിങ്ങളെ തേടി വരുന്നവര്. ശിവജി ജയിലിൽ നിന്ന് വരുമ്പോ എനിക്ക് അവന്റെ മുമ്പിലേക്ക് നിങ്ങളെ ജീവനോട് കൊടുക്കണം. അതുകൊണ്ടാ പറയുന്നത്, വേഗം കേറ്. അയാൾ തിടുക്കം കൂട്ടി. മോളെ, മീനാക്ഷി അമ്മയ്ക്ക് ഒരു ഉണ്ടായി. ഇതൊക്കെ ഇയാളുടെ വേഷം കെട്ടാണമ്മേ. ആ ലെനിനും കൂട്ടരുമാണ് ഇയാളെ ഇങ്ങോട്ട് അയച്ചത്, എനിക്ക് ഉറപ്പാ. അവറാച്ച മുതലാളിയോട് നമ്മൾ തന്നെ ഈ തോട്ടത്തിലെ ശർക്കര പിടിക്കുമെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ചുരുക്ക ഇത്. ദുർഗ അരിവാളിൽ പിടിമുറുക്കി കരുതലോടെ നിന്നു. മീനാക്ഷി അമ്മ ക്ഷമിക്കണം. അയാൾ പറഞ്ഞതും കൈവീശി ദുർഗയുടെ കരണത്തൊന്ന് കൊടുത്തതും ഒന്നിച്ചായിരുന്നു. അതൊരിക്കലും അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല. ദുർഗയുടെ കയ്യിൽ നിന്ന് അരിവാൾ പിടിവിട്ടുപോയി. പകുതിയിൽ ഒരു നിലവിളി അവളുടെ തൊണ്ടയിൽ കുരുങ്ങി. മര്യാദയ്ക്ക് പറഞ്ഞ നീ അനുസരിക്കത്തില്ല അല്ലേടി? അയാൾ അവളെ പിടിച്ച് കോളേജിനുള്ളിലേക്ക് തള്ളി. വേഗം കയറി മീനാക്ഷിയമ്മേ. മോളെ എന്നൊരു വിലാപത്തോടെ മീനാക്ഷിയമ്മയും കയറി. മരിക്കുവാണെങ്കിൽ ഒന്നിച്ചാവാമല്ലോ. കയറ്റം കയറി വന്നുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ വെളിച്ചം കോളീസിൽ പതിഞ്ഞു. നിന്നോട് കയറാൻ പ്രത്യേകം പറയണോടാ. അയാൾ ചെല്ലിന് നേരെ കൈ ചൂണ്ടി ഗർജിച്ചു. അവനും ഭയന്ന് വണ്ടിയിൽ കയറി. ദുർഗ മറുഭാഗത്തേക്ക് ഡോർ തുറക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. അപ്പോഴേക്കും ആ മനുഷ്യൻ ചെല്ലൻ കയറിയ ഭാഗത്തെ ഡോർ വലിച്ചടച്ചു. ഡ്രൈവർ സീറ്റിലേക്ക് ചാടി വീണു. എടുത്തു ചാടുന്നത് പോലെ കോളീസ് മുന്നോട്ട് പാഞ്ഞു. രക്ഷിക്കണേ! മീനാക്ഷിയമ്മയും ചെല്ലനും ഒന്നുപോലെ നിലവിളിച്ചു. വണ്ടി നിർത്തണം! ദുർഗ മുന്നോട്ടാഞ്ഞ് അയാളുടെ തലയ്ക്കടിച്ചു. പക്ഷേ അയാൾ അത് ശ്രദ്ധിച്ചതേയില്ല. അതിനിടെ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയ മീനാക്ഷിയമ്മ കണ്ടു, തങ്ങളുടെ വീടിനരികിൽ താഴെ നിന്ന് വന്ന വാഹനം നിൽക്കുന്നു. റിയർവ്യൂ മിററിലൂടെ ആ മനുഷ്യനും അത് ശ്രദ്ധിച്ചിട്ട് അറിയിച്ചു. ദുർഗെ,
ഞാൻ പറഞ്ഞത് കളവാണോന്ന് അറിയാൻ നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാ മതി. ആ വാഹനത്തിലുള്ളവർ ശത്രുക്കളാ. നിങ്ങളെ ജീവനോടെ ശിവജി കാണരുതെന്ന് വിചാരിക്കുന്നവർ. ദുർഗ തിരിഞ്ഞു നോക്കി. ആ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന് മുന്നിലൂടെ ചിലർ തങ്ങളുടെ വീട്ടിലേക്ക് കയറുന്നത് അവൾ കണ്ടു. അതോടെ അവൾ അല്പം ഒന്നടങ്ങി. കൂടെയുള്ള മനുഷ്യൻ പരമാവധി വേഗത്തിൽ കോളീസ് പായിക്കുകയാണ്. ഇനിയെങ്കിലും പറ, നിങ്ങൾ ആരാ? അല്പം കഴിഞ്ഞ് ശാന്തതയോടെ ദുർഗ തിരക്കി. എന്നെ വിശ്വാസമായോ? അയാൾ മെല്ലെ ചിരിച്ചു. ആയെന്നോ ഇല്ലെന്നോ ദുർഗ പറഞ്ഞില്ല. സുമോയിൽ നിന്നിറങ്ങിയ കണ്ടെയ്നർ സാബുവും സംഘവും അടഞ്ഞുകിടന്നിരുന്ന വീടിന്റെ വാതിലിൽ തട്ടി വിളിക്കുകയായിരുന്നു അപ്പോൾ. മീനാക്ഷിയമ്മേ, ദുർഗേ, ആരുമില്ല എവിടെ? അകത്തു നിന്നും പ്രതികരണമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് സാബു തിരിഞ്ഞ് ഒപ്പം വന്നവരെ നോക്കി. അവര് ശർക്കര ഷെഡിൽ നിന്നും വന്നിട്ടുണ്ടാവില്ല. നമുക്ക് അങ്ങോട്ട് പോകാം. അവർ ഷെഡിലെത്തി. അവിടെയും ആരുമില്ലെന്ന് കണ്ടപ്പോൾ സംശയമായി. ഇങ്ങനെ വരരുതല്ലോ. സാബു ശർക്കര കെട്ടുകളിൽ കൈവച്ച് നോക്കി. അല്പം മുമ്പ് വരെ അവരിവിടെ ഉണ്ടായിരുന്നു. ശർക്കരയ്ക്ക് ഇപ്പോഴും ചൂടുണ്ട്. ഇനി രാത്രിയിൽ അവർ മറ്റെവിടെയെങ്കിലുമാണോ കഴിയുന്നത്? ഒരാൾ സന്ദേഹം പ്രകടിപ്പിച്ചു. തിരക്കാം. സാബു റോഡിൽ മടങ്ങിയെത്തി. അമരാവതി തള്ളയുടെ വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. വളരെ പെട്ടെന്ന് അയാൾ വിവരം തിരക്കി വന്നു. ആ തള്ള പറയുന്നു അവർ ഒരിടത്തേക്കും പോകാറില്ലെന്ന്. ഷെഡിലില്ലെങ്കിൽ വീട്ടിൽ കാണുമെന്ന്. സാബു റോഡിന് ഇരുവശത്തേക്കും ദൃഷ്ടികൾ പായിച്ചുകൊണ്ട് സാബു അല്പനേരം നിന്നു. നമ്മൾ വരുമ്പോൾ ഇവിടെ നിന്നൊരു കോളീസ് പോയല്ലോ. അവരിനി അതിലെങ്ങാനും? അണിചരിൽ ഒരാൾ പറഞ്ഞു. സംശയമൊന്നും ബാക്കി വെക്കരുത്, വരൂ. സാബു സുമോയിൽ ചാടിക്കയറി. ഇരുളിൽ വെളിച്ചത്തിന്റെ ഒരു തുരങ്കം സൃഷ്ടിച്ചുകൊണ്ട് ക്വാളീസ് പോയ വഴിയെ സുമ പാഞ്ഞു. പക്ഷെ അവർക്ക് ക്വാളീസ് കാണാൻ കഴിഞ്ഞില്ല. സാബു മൊബൈൽ എടുത്ത് ലെനിൻദാസിനെ വിളിച്ചു. കിട്ടിയോടാ? അപ്പുറത്ത് നിന്ന് ലെനിന്റെ ആഹ്ലാദത്തോടെയുള്ള ചോദ്യം. ഇല്ല മുതലാളി. സാബു കാര്യം പറഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞാണ് ലെനിന്റെ മറുപടി കിട്ടിയത്. സംശയം തോന്നുന്നിടത്തൊക്കെ തപ്പണം. അവരെ നേരം പുലരും മുമ്പ് പൊക്കിയിരിക്കണം. ഏറ്റു. ഫോൺ കട്ട് ചെയ്ത് പാറപ്പുറത്ത് വെച്ചുകൊണ്ട് ലെനിൻ പല്ലു കടിച്ചു. കഴിവേറുകൾ എവിടെ പോയി തൊലഞ്ഞു? എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന തിരുമൂർത്തി തലയുയർത്തി. അവരവിടെ തന്നെ കാണും മുതലാളി. അത്രയും പേരെ ഒന്നിച്ചു കണ്ട് ഒളിച്ചതാവും. ഏത് മാളത്തിൽ നിന്നായാലും കണ്ടെയ്നർ അവരെ പൊക്കിയിരിക്കും. ലെനിൻ അമർത്തി മോളിക്കൊണ്ട് മദ്യക്കുപ്പി എടുത്ത് വായിലേക്ക് ചരിച്ചു. പിറ്റേന്ന് രാവിലെ തിരുമൂർത്തി മറയൂർ ബസ് സ്റ്റാൻഡിലെത്തി. തന്റെ ടാക്സി ജീപ്പിൽ ഇരിക്കുകയായിരുന്നു ഭഗവതിയപ്പൻ. സുമ ഒതുക്കിയിട്ടിട്ട് കീച്ചൻ വിരലിലിട്ട് കറക്കിക്കൊണ്ട് തിരുമൂർത്തി അവന്റെ അടുത്തെത്തി. എന്നാടാ ഭഗവതി, രാവിലെ ഓട്ടമൊന്നുമില്ലേ? 10 മണിക്കൊരു 3 ട്രിപ്പ് ഉണ്ടെണ്ണ പറഞ്ഞുകൊണ്ട് ഭഗവതിയപ്പൻ ജീപ്പിൽ നിന്നിറങ്ങി. പിന്നെ ഇടങ്കാൽ ഫുഡ് റെസ്റ്റിൽ അമർത്തി ചാരി നിന്നുകൊണ്ട് ഒരു സിഗരറ്റ് കത്തിച്ചു. ഉരുക്കിന്റെ കരുത്തുണ്ട് ഭഗവതിയപ്പനെന്ന് തിരുമൂർത്തിക്ക് തോന്നി. വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ? നിന്റെ പെങ്ങളെ കൊന്ന് മുനേറിലിട്ടവൻ നാളെ ജയിലിൽ നിന്ന് വരുന്നു. അറിഞ്ഞു. അവൻ വരാൻ വേണ്ടി കാത്തിരിക്കുവാ ഞാൻ. ഭഗവതിയപ്പന്റെ മുഖം പൊടുന്നനെ മുറുകി. എത്ര വർഷത്തെ കാത്തിരിപ്പാന്നറിയാമോ? കാന്തല്ലൂരെ അഭയകേന്ദ്രത്തിൽ സ്ഥിരബുദ്ധിയില്ലാതെ കഴിയുന്ന എൻ്റെ അപ്പനെ ഓരോ തവണ കാണുമ്പോഴും ഞാൻ മനസ്സിലെടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ശിവജിയുടെ മരണം. അവൻ രോഷത്തോടെ സിഗരറ്റ് തുപ്പിക്കളഞ്ഞു. എൻ്റെ പെങ്ങൾ ലക്ഷ്മി, അവിടെ ചോരയിൽ കുളിച്ച ശവത്തിന്റെ ചിത്രം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുക എൻ്റെ മനസ്സിൽ. ഭഗവതിയപ്പന്റെ കണ്ണുകൾ ചുവന്നു. മറയൂർ ചന്ദന ഡിപ്പോയിൽ നിന്ന് ചന്ദനത്തടികളുമായി വന്ന ഒരു ലോറിയുടെ ഇരമ്പലിൽ അവന്റെ ഒച്ച ചിലമ്പി. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമാ മൂർത്തിയണ്ണ ഞങ്ങളുടേത്. അതൊക്കെ എനിക്കറിയത്തില്ലേ? മൂർത്തി ഇടം കണ്ടിട്ട് അവനെ നോക്കി. നിന്റെ അച്ഛൻ കുപ്പുസ്വാമി ഈ സ്റ്റാൻഡിലെ ഡ്രൈവർ അല്ലായിരുന്നോ? ലക്ഷ്മിയുടെ മരണത്തോടെയല്ലേ അദ്ദേഹത്തിന് ചിത്രബൊമ്മമായത്? അതെ, അച്ഛൻ ഓടിച്ചുകൊണ്ടിരുന്ന ഈ ജീപ്പ് അന്നു മുതൽ ഞാൻ ഓടിക്കാൻ തുടങ്ങിയതും ഇവിടെ തന്നെ കഴിയുന്നതും ശിവജിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാ. അവൻ ജീപ്പിനുള്ളിലേക്ക് കയറി ഡാഷ്ബോർഡ് തുറന്നു. അതിൽ നിന്ന് ഇരുഭാഗത്തും മൂർച്ചയുള്ള ഒരു കടാര എടുത്തു കാണിച്ചു. അന്ന് വാങ്ങി വെച്ചതാ ഞാൻ, ശിവജിക്ക് മാത്രമായിട്ട്. ഇത് അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്ന ആ നിമിഷമുണ്ടല്ലോ, അതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷം. ഭഗവതിയപ്പൻ വല്ലാതെ കിതച്ചു. എന്തിനും നിന്റെ കൂടെ ഞാനും ഉണ്ടാവും ഭഗവതി.
തിരുമൂർത്തി ഉറപ്പു കൊടുത്തു. ഏതാനും ഡ്രൈവർമാർ കൂടി അങ്ങോട്ട് വന്നു. ഭഗവതിയപ്പൻ കടാര ഭദ്രമായി ജീപ്പിൽ വച്ചിട്ട് വീണ്ടും ഇറങ്ങി. എന്റെ കൂടെ ഇവരൊക്കെയുണ്ട് മൂർത്തിയണ്ണ, കൊല്ലാനായാലും ചാവാനായാലും. ഈ മണ്ണിൽ കാലുകുത്തിയാൽ പിന്നെ ശിവജിയില്ല, ഡ്രൈവർമാരിൽ ഒരാൾ തീർത്തു പറഞ്ഞു. തനിക്കിവിടെ കൂടുതലൊന്നും ഇനി ചെയ്യാനില്ലെന്ന് തിരുമൂർത്തി അറിഞ്ഞു. കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ ഭദ്രമാണ്. സംതൃപ്തിയോടെയാണ് മൂർത്തി മടങ്ങിയത്. സുമോയിലേക്ക് കയറും മുമ്പ് മൂർത്തിയുടെ ഫോൺ ശബ്ദിച്ചു. അയാൾ അതെടുത്ത് നമ്പർ നോക്കി. ലെനിനാണ്. എന്താ മുതലാളി? മീനാക്ഷിയമ്മയും ദുർഗയെയും കുറിച്ച് ഇതേവരെ യാതൊരു വിവരം കിട്ടിയിട്ടില്ല. ഞാനിപ്പോ അവറാച്ചനെ വിളിച്ചു. അവർ ശർക്കര ഷെഡിലും ചെന്നിട്ടില്ല. പിന്നെ അവരെവിടെ പോകാനാ? ഒന്നുകിൽ നമുക്കിടയിൽ നിന്ന് വിവരം ചോർന്നിട്ടുണ്ട്, അങ്ങനെ അവർ മാറി നിന്നതാവും. ഏയ്, അത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ തിരുമൂർത്തി തല വെട്ടിച്ചു. നമുക്കിടയിൽ നിന്ന് ചോരത്തില്ല മുതലാളി. പിന്നെ അവരെങ്ങനെ രക്ഷപ്പെട്ടു? എന്റെ ശബ്ദത്തിലെ നീരസം തിരുമൂർത്തി അറിഞ്ഞു. ഞാനൊന്ന് അന്വേഷിക്കട്ടെ മുതലാളി. വേഗം വേണം. ആ, പിന്നെ ഈ മറയൂരിൽ എത്ര പേർക്ക് കോളീസ് വാൺ ഉണ്ടെന്ന് തിരക്കണം. ഒരു കോളീസിലാണ് അവർ രക്ഷപ്പെട്ടതെന്ന് സംശയമുണ്ട്. ക്വാളിസ്? അതുവരെയുള്ള ചിത്രങ്ങൾ തിരുമൂർത്തിയുടെ മനസ്സിൽ തെളിഞ്ഞു തുടങ്ങി. തൊട്ടു മുന്നിലൂടെ ഒരു പോലീസ് ജീപ്പ് ഇരമ്പി പാഞ്ഞു പോയപ്പോൾ തിരുമൂർത്തി തിരിഞ്ഞു നോക്കി. സി എ ആന്റണിയും ഡ്രൈവർ സീറ്റിൽ കോൺസ്റ്റബിൾ പ്രഭാകരനും ഇരിക്കുന്നത് കണ്ടു. ആന്റണി തല പുറത്തേക്ക് നീട്ടി തിരുമൂർത്തിയെ ശ്രദ്ധിച്ചു. പിന്നെ പ്രഭാകരനോട് പറഞ്ഞു, ഡിവൈഎസ്പി സാറിന്റെ പെർമിഷൻ കിട്ടിയാലുടനെ ആ റാസ്കലിനെ ആയിരിക്കും ഞാൻ ആദ്യം കസ്റ്റഡിയിലെടുക്കുക. ഈ മറയൂർ എന്ത് നടന്നാലും ഇവനതിൽ പങ്കുണ്ടാവും. ലെനിന്റെ വലം കയ്യ സാറേ അവൻ. ഒരു കേസിലും പെടാതെ അവൻ ഇങ്ങനെ നിൽക്കുന്നത് ലെനിന്റെ ബലത്തിൽ മാത്രമാ. ആന്റണി മീശത്തുമ്പുകൾ മേലേക്കൊന്ന് തള്ളി വെച്ചിട്ട് അമർത്തി മോളി. അവരുടെ യാത്ര അവസാനിച്ചത് മൂന്നാർ ഡിവൈഎസ്പി രാജൻ പണിക്കരുടെ ഓഫീസിന് മുന്നിലായിരുന്നു. ജീപ്പ് നിന്നു. സീറ്റിൽ വച്ചിരുന്ന ഫയലുമായി ആന്റണി ഇറങ്ങി കെട്ടിടത്തിന് നേർക്ക് നടന്നു. പാറാവ് നിന്ന കോൺസ്റ്റബിൾ അറ്റൻഷനായി. സാർ ഉണ്ടോടാ? ഉണ്ട് സാർ. ആന്റണി അകത്തേക്ക് കയറി. അവിടെ ഇരുന്ന പോലീസുകാരും എഴുന്നേറ്റ് അറ്റൻഷനായി. ഹാഫ് ഡോറിന് മുന്നിൽ ആന്റണി നിന്നു. പിന്നെ മൃദുവായി ഡോറിൽ തട്ടി. യെസ്? അകത്തുനിന്ന് രാജൻ പണിക്കരുടെ ശബ്ദം. തന്റെ തൊപ്പി ഒന്നുകൂടി നേരെ വെച്ചിട്ട് ആന്റണി അകത്തേക്ക് ചുവട് വെച്ചു. സർ. അയാൾ സല്യൂട്ട് ചെയ്ത് ശ്രദ്ധിക്കാതെ രാജൻ പണിക്കർ പിന്നോട്ട് ചാരിയിരുന്നു. എന്തൊക്കെയാടോ ഈ മറയൂരിൽ നടക്കുന്നത്? സർ. ആന്റണി ഫയൽ ഡിവൈഎസ്പിയുടെ മുന്നിൽ വച്ചു. എല്ലാം ഇതിലുണ്ട് സർ. രാജൻ പണിക്കർ അലക്ഷ്യമായി ആ ഫയൽ നിവർത്തു. ടേക്ക് യുവർ സീറ്റ്. സർ. ആന്റണി ഇരുന്നു. രാജൻ പണിക്കർ ഫയൽ മടക്കി വെച്ചു. കാര്യങ്ങൾ താൻ തന്നെ അങ്ങ് ചുരുക്കി പറഞ്ഞാൽ മതി. സർ. ആന്റണി മുന്നോട്ടാഞ്ഞിരുന്നു. സുനന്ദ എന്ന പെൺകുട്ടിയുടെ തിരോധാനത്തോടെയാണ് സർ സംഭവങ്ങളുടെ തുടക്കം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എസ് ഐ ധർമ്മരാജനെ കാണാതായതും. അതൊക്കെ ASI സക്കറിയുടെ മൊഴിയിൽ നിന്നും സാറിന് മറിവുള്ളതാണ്. യെസ്. ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ സംഭവത്തിന് പിന്നിലും MLA ഗോപിദാസിന്റെ മകൻ ലെനിൻദാസും തിരുമൂർത്തി എന്ന കുപ്രസിദ്ധ ഗുണ്ടയുമാണ്. പിന്നെ തോമസ് ചാക്കയെ പോലെയുള്ള പോലീസുകാരുടെ പിന്തുണയും. രാജൻ പണിക്കർ വെറുതെ തലയാട്ടിക്കൊണ്ടിരുന്നു. മെഡിക്കൽ കോളേജിൽ കിടക്കുന്നവരുടെ നിലയിൽ ഇപ്പോഴും കാര്യമായ മാറ്റമൊന്നുമില്ല. ആ ചന്ദ്രൻ എന്ന് പറയുന്നവനോ? അയാളും ജീവിതത്തിനും മരണത്തിനും ഇടയിൽ തന്നെ. അവിടെ പോലീസിന് ഡ്യൂട്ടി കിട്ടുന്നുണ്ട്. പിന്നെ ആന്റണി ഒന്ന് പറഞ്ഞു നിർത്തി. പറയൂ. ഇന്നലെ മറയൂരിൽ നടന്ന ആക്സിഡന്റ് അതൊരു പ്ലാൻഡ് വർക്കായിരുന്നു സർ. ഇപ്പോൾ രാജൻ പണിക്കരും ഒന്ന് ഞെട്ടി. യെസ് സർ. ചന്ദ്രൻ ജീവനോടെ പോലീസ് കസ്റ്റഡിയിൽ എത്തിപ്പെടരുതെന്ന് ചിലർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ചിലർ എന്ന് പറഞ്ഞാൽ? ഡിവൈഎസ്പിയുടെ കണ്ണുകൾ കുറുകി. ലെനിന് തന്നെ സർ. വാട്ട്? സർ, അത് തന്നെയാണ് സത്യം. വിത്ത് യുവർ പെർമിഷൻ സർ, ലെനിനെയും തിരുമൂർത്തിയെയും എനിക്ക് കസ്റ്റഡിയിൽ എടുക്കണം. അവരെ കൊണ്ട് ഞാൻ സത്യം പറയിക്കാൻ സർ. ആന്റണി. രാജൻ പണിക്കരുടെ ശബ്ദം അല്പം ഉയർന്നു പൊങ്ങി. ലെനിൻ ഗോപി സാറിന്റെ മകനാണ്. താൻ അത് മറന്നുപോയോ? ആരുടെ മകനായാൽ എന്താ സർ? എല്ലാ കുറ്റവാളികളും നമുക്ക് ഒരുപോലെയല്ലേ? ആന്റണി. രാജൻ പണിക്കർ ശാസിച്ചു. ലെനിനെ അറസ്റ്റ് ചെയ്താൽ താനും ഞാനുമൊക്കെ ഈ കസേരയിൽ കാണുമെന്ന് കരുതുന്നുണ്ടോ? ഇങ്ങനെ ഇരിക്കുന്നതിൽ ഭേദം അതല്ലേ സർ നല്ലത്? ആന്റണി, താൻ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്ക്. ഇലക്ഷൻ അടുത്തു വരുന്ന നേരമാണിത്.
ലെനിനെ അറസ്റ്റ് ചെയ്താൽ അത് രാഷ്ട്രീയ പകപോക്കലാണെന്നേ മറ്റുള്ളവർ കരുതൂ. മാത്രമല്ല ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥി കൂടിയാ ലെനിൻ. ആന്റണി അസ്വസ്ഥനായി. അയാൾ എഴുന്നേറ്റു. ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് തന്നെ പറ. അങ്ങനെ ചെയ്തേക്കാം. ഇക്കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കണം. അതുവരെ താൻ കണ്ടെത്തിയ ഈ വിവരങ്ങൾ പുറത്തറിയുകയേ വേണ്ട. മുമ്പൊരിക്കലും സാർ ഇതുപോലെ എന്നോട് പറഞ്ഞിരുന്നു. എസ് ഐ ധർമ്മരാജൻ സഞ്ചരിച്ചെന്ന് ജീപ്പ് കൊക്കയിൽ നിന്ന് എടുത്തുയർത്തിയപ്പോൾ. എന്നിട്ട് സാറ് നേരെ പോയത് എവിടേക്കാണെന്ന് എനിക്കറിയാം. അതിന്റെ പിറ്റേന്ന് കാന്തല്ലൂരിൽ 25 ഏക്കർ വസ്തുവിന്റെ പ്രമാണം രജിസ്റ്റർ ചെയ്തതായും ഞാൻ അറിഞ്ഞു. മുഖമടച്ച് ഒരടിയേറ്റതുപോലെ രാജൻ പണിക്കർ തരിച്ചിരുന്നു പോയി. ആന്റണിയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ അയാൾ ഭയന്നു. ആന്റണി മേലുദ്യോഗസ്ഥന് ഒരു സല്യൂട്ട് കൂടി നൽകി. ഞാൻ പോകുന്നു സർ. പക്ഷേ ഈ കേസ് ഞാൻ വിട്ടുകളയുമെന്ന് കരുതണ്ട. കൂടുതൽ തെളിവുകളുമായി ഞാൻ വരും. അയാൾ പറഞ്ഞു നിർത്തിയ നിമിഷം ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ആന്റണി അത് നോക്കി. അയാളുടെ മുഖം തെളിഞ്ഞു. സർ, ഇതാണ് ദൈവത്തിന്റെ അടയാളം എന്നൊക്കെ പറയുന്നത്. ഇന്നലെ പോലീസ് ജീപ്പിൽ വന്നിടിച്ച ടിപ്പറിന്റെ ഡ്രൈവർ എവിടെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അയാളെ ഞാൻ പൊക്കിയിരിക്കും. സാറിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അവനെ ഞാൻ മീഡിയകൾക്ക് മുന്നിൽ എത്തിക്കും. ആന്റണി! രാജൻ പണിക്കർ എന്തോ പറയാനാഞ്ഞു. പക്ഷേ അതിനു മുമ്പ് ആന്റണി പുറത്തേക്ക് കുതിച്ചു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.